മോഡറേറ്റർ MT അൻസാരി, ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ 18-ാം തീയതിയാണ് ഇവിടെ വരാം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ യാത്രാ പരിപാടികളിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് 18-ാം തീയതി വരാൻ കഴിയില്ല എന്നറിയിച്ചപ്പോഴാണ് SIയുടെ സ്നേഹിതന്മാരെ എന്നോട്, സോളിഡാരിറ്റിയുടെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞു 16-ാം തീയതി വന്നാൽ മതി. അപ്പം ഞാൻ 16-ാം തീയതി കോഴിക്കോടുണ്ട്. അപ്പം എനിക്ക് പിന്നെ വരാൻ വരില്ലാതെ വേറെ മാർഗമില്ല. എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഏതാണ്ട് മാറ്റിവെച്ച ഒരു പരിപാടിയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഈ പ്രദേശം എനിക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ഓഫീസായിട്ട് പ്രവർത്തിച്ച ഭാഗമായിരുന്നു തോന്നുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസുകളായിരുന്നു. 978-ൽ നിങ്ങളിൽ മിക്കവരും ജനിക്കാത്ത കാലത്ത് ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു. സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും ഒക്കെ. എനിക്കൊരുപാട് വയസ്സായെന്ന് വിചാരിക്കരുത്, ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗിക്കുന്നത്. ഞാൻ കാലിക്കറ്റ് എന്ന് വിചാരിച്ചപ്പോൾ കാലിക്കറ്റ് സിറ്റിയിലാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, ഇതിനകത്ത് ഈ പഴയ ക്യാമ്പസിൽ, പുതിയതല്ല, അതും അന്നും പുതിയതുണ്ട്, 78-ൽ ഒക്കെ പുതിയ ക്യാമ്പസ് വന്നിട്ടുണ്ട്. എങ്കിലും ഈ പ്രദേശവും ഞങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടെയാണ് പഠിച്ചത് എന്ന് കരുതുന്ന ആളുകൾ പോലും ഉണ്ട്. അത്രയധികം ഇവിടെ എൻ്റെ ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പഴയ ഹോളാണെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഹോളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങളെപ്പോഴും മിടുക്കന്മാരാണ് എന്ന് എനിക്കറിയാം. എന്ത് കാര്യത്തിനെയും നന്നാക്കിയെടുക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള സാമർഥ്യമുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളുടെ സിംബൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമോഫോബിയയുടെ ഒരു ഐക്കോൺ കാണുകയുണ്ടായി. അത് ഡിസൈൻ ചെയ്ത ആളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിൽ ഒരുപാട് അർത്ഥമുണ്ട്. അത് ഒരു നമുക്കെല്ലാം അറിയാം, ബാർകോഡിനെയും ജയിലഴികളെയും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു സങ്കല്പം. അത് ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ അതെനിക്ക് വളരെയധികം സന്തോഷിക്കുന്നു. നല്ല ഒരു ഡിസൈനാണ് നിങ്ങളതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ വളരെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനോ ഒന്നുമല്ല വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും 2 തലത്തിലാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എൻ്റെ കഴിഞ്ഞ 35 വർഷക്കാലത്തെ, അല്ലെങ്കിൽ ഏതാണ്ട് 40 വർഷക്കാലത്തെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം മുതൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ കാലം വരെയുള്ള എൻ്റെ ചില അനുഭവങ്ങൾ, എങ്ങനെയാണ് കേരളീയ സമൂഹം, അല്ലെങ്കിൽ കേരള സമൂഹത്തിൻ്റെ കേരള സൈക്കി, പൊളിറ്റിക്കൽ സൈക്കി എത്ര എളുപ്പത്തിലാണ് ഇസ്ലാമോഫോബിക് ആവുന്നത് എന്നതിൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, അതിനു മുൻപായിട്ട് ഇതിനൊരു അന്താരാഷ്ട്ര പശ്ചാത്തലമുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാം വളരെ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം എങ്കിൽ പോലും ഇസ്ലാമിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലാണ് അത് കാണാനായിട്ടും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പഴയ കഥകളിലേക്ക്, വളരെ പഴയ കഥകളിലേക്കും കുരിശ് യുദ്ധങ്ങളിലേക്കും ഒന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആമുഖക്കുറിപ്പിൽ നിങ്ങളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ, എൻ്റെ അഭിപ്രായങ്ങൾ അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ കോൺസെപ്റ്റ് നോട്ടിനെ ഞാൻ പൊതുവെ ഐ എം എൻഡോഴ്സിങ് യുവർ കോൺസെപ്റ്റ് നോട്ട് ഇൻ ജനറൽ. പക്ഷേ ഞാൻ ആ കോൺസെപ്റ്റ് നോട്ടിനെ പൊതുവിൽ അംഗീകരിക്കുമ്പോൾ തന്നെ അങ്ങനെ പൊതുവിൽ അംഗീകരിച്ച് പോയാൽ മാത്രം പോരാ. അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കുറേ വിശദാംശങ്ങൾ കൂടി
നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ. അത് ഓരോരുത്തരും പഠിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. നിങ്ങൾ വായിക്കുക എന്ന വാക്കാണ് പുതിയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് ഓരോ തലത്തിലായിരിക്കുമെങ്കിലും എൻ്റെ പഠനം, എൻ്റെ ധാരണകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വായന എങ്ങനെയാണ് എന്ന് പറയാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പഴയ കുരിശുയുദ്ധങ്ങളുടെ കാലമെല്ലാം നമ്മൾ തൽക്കാലം മാറ്റിവെച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും ഒക്കെ ശേഷം വളരെ അടുത്ത ഒരു 100 കൊല്ലത്തെ കഥ നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് സോളിഡാരിറ്റിയോട് പറയാനുള്ള ഒരു കാര്യം, ഈ വിഷയത്തിൽ ഒരു നല്ല ഒരു സെമിനാർ നടത്തേണ്ട സമയമായി. അതെല്ലാം നിങ്ങളെല്ലാം ഞങ്ങളും കൂടെ ചെയ്യേണ്ടതാണ്. ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒന്നാം ലോകമഹായുദ്ധവും ഇസ്ലാമോഫോബിയയുടെ ഉത്ഭവവും എന്ന് നല്ലൊരു ടൈറ്റിലായിരിക്കും. എങ്ങനെയാണ് ഒന്നാം ലോകമഹായുദ്ധം ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തിയോളജിക്കലായിട്ടല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അറേബ്യക്കെതിരായിട്ട്, ഓത്തോമാനെതിരായിട്ട് എങ്ങനെയാണ് 100 വർഷം മുമ്പ് അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയായിട്ട് വളർന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇവിടെ ഇടതുപക്ഷം ഒക്കെ വളരെ ശക്തമായി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പറയാം. കേരളത്തിലെ ഇടതുപക്ഷം എത്ര എളുപ്പത്തിലാണ് ഈ ഫോബിയ പിടിക്കാനുള്ള, മഴക്കാലത്ത് പനി പിടിക്കുന്നത് പോലെ എങ്ങനെയാണ് അവർക്ക് പനി പിടിക്കുക എന്നുള്ളത് ഞാൻ പറയാവുന്നതാണ്. എന്തായാലും അത്തരത്തിൽ ഈ 100 കൊല്ലം മുമ്പുണ്ടായിട്ടുള്ള ഈ ഒന്നാം ലോക മഹായുദ്ധം, ആ മഹായുദ്ധകാലം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബിയയുടെയും ഇന്നത്തെ ആധുനിക രാഷ്ട്രീയത്തിൻ്റെയും വിത്തായിട്ട് മാറിയത് എന്നതിനെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ബോധമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറയുന്ന സമയത്താണ് ഒരു കൃത്യം 100 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള പിക്കോട്ട് എഗ്രിമെൻ്റ് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും തന്നെ ഇതുപോലൊരു സദസ്സിന് പരിചയമുള്ള ഒരു കാര്യമായിരിക്കാം. സൈക്ക് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. SYEKS അല്ലേ? സൈക്ക് എന്ന് തന്നെയല്ലേ പറയുന്നത്? ഞാൻ അക്കാഡമിക് അല്ല. അപ്പോൾ പിക്കോട്ട് എഗ്രിമെൻ്റ് കൃത്യമായിട്ട് അത് റാറ്റിഫൈ ചെയ്യപ്പെട്ടത് മെയ് 16-ാം തീയതിയാണ്. 1916 മെയ് 16-ാം തീയതി നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന ദിവസം തന്നെയാണ്. അപ്പോൾ 100 വർഷത്തെ ഒരു ചതിയുടെ കഥയാണ്. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകരേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതിൻ്റെ റിസൾട്ടുകൾ, ബാലൻസ് ഷീറ്റ്, പൊളിറ്റിക്കൽ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് കേരളത്തെ ബാധിച്ചത്, എങ്ങനെയാണ് ഇന്ത്യയെ ബാധിച്ചത് എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ എങ്ങനെ കാലിക രാഷ്ട്രീയവുമായിട്ട് കണ്ണിചേർക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇതുപോലുള്ള സെമിനാറുകളിലെല്ലാം ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ആരെങ്കിലും ഇതിനു മുമ്പ് എൻ്റെ ഈ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ആവർത്തന വിരസതയ്ക്ക് എനിക്ക് മാപ്പ് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ 100 കൊല്ലം മുമ്പ് ഉണ്ടായ ഈ സംഭവം എന്തൊക്കെ അനുരണനങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കിയത് എന്ന് നോക്കാവുന്നതാണ്, ലോകത്തുണ്ടാക്കിയതെന്ന് നോക്കാവുന്നതാണ്. ആദ്യമായി ഈ പിക്കോട്ട് എഗ്രിമെൻറ്റിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അഗ്രിമെൻറ്റ് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ സീക്രട്ട് പാക്ട്. എന്തായാലും ഈ അഗ്രിമെൻറ്റ്, ഈ സീക്രട്ട് പാക്ട് ആരാ പുറത്തുവിട്ടത്? ഈ സീക്രട്ട് അഗ്രിമെൻറ്റ് പുറത്തുവിട്ടത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായത് നവംബർ മാസം 7-ാം തീയതിയാണെങ്കിൽ നവംബർ 23-ാം തീയതി ലെനിൻ ഈ പിക്കോട്ട് എഗ്രിമെൻറ്റ് പുറത്തുവിടുകയാണ്. അത് വളരെയധികം ആലോചിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ആ പിക്കോട്ട് എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രിമെൻറ്റ്, സീക്രട്ട് എഗ്രിമെൻറ്റ് റഷ്യയുടെ അംഗീകാരത്തോടു കൂടി ഫ്രാൻസും UK-യും കൂടെ നടത്തിയത് എഗ്രിമെൻ്റ് ആയിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ എഗ്രിമെൻ്റ് ആണ് വാസ്തവത്തിൽ ലോറൻസ് ഓഫ് അറേബ്യ എന്ന UK-യുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ചാരനെ പോലും കളിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻ്റാണ് അറേബ്യയെ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലോറൻസിനെ വിട്ട് യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ വിമോചന സോക്കോൾഡ് ലിബറേഷൻ സ്ട്രഗിൾസൊക്കെ നടത്തിയതിന് ശേഷം അവരെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട്
ഈ അറേബ്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജോർദാനായിട്ടും സിറിയയായിട്ടും ലെബനോണായിട്ടും ഒക്കെ കഷ്ണം മുറിച്ച് വെച്ചത് ഈ അഗ്രിമെൻറ്റിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്താണ്. തീർച്ചയായും അതിന് അവരുടേതായിട്ടുള്ളൊരു ഇക്കണോമിക് റീസണിങ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, വളരെ ലളിതമാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവർക്ക് വേണ്ടത്ര എണ്ണ ഇല്ല. കുറച്ച് നോർത്ത് സീയിലൊക്കെ എണ്ണ ഉണ്ടെന്ന് പറയുമെങ്കിലും അവർക്ക് എണ്ണയില്ല. 19-ാം നൂറ്റാണ്ടിൽ എണ്ണ ആവശ്യമില്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ള 2 സാധനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് കൽക്കരിയും അതുപോലെ തന്നെ ഇരുമ്പുമായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇംഗ്ലണ്ട് ഇത്ര ശക്തമായത്? 19-ാം നൂറ്റാണ്ടിൻ്റെ 2 പ്രധാനപ്പെട്ട അസംസ്കൃത പദാർത്ഥങ്ങളും അവർക്കുണ്ടായിരുന്നു. ഒന്ന് കൽക്കരിയാണ്. ആ കൊച്ചു ദ്വീപിൽ ഇഷ്ടംപോലെ കൽക്കരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇരുമ്പും ഉണ്ടായിരുന്നു. ആ ഇരുമ്പിൻ്റെയും കൽക്കരിയുടെയും ബലത്തിലാണ് അവരുടെ കപ്പലുകൾ ഉണ്ടായതും അത് ഓടിയതും. അപ്പം അതുകൊണ്ട് ഓയിൽ വന്ന് പതുക്കെ അമേരിക്ക ഓയിലിൽ ഇഷ്ടംപോലെ, നേരത്തെ തന്നെ അമേരിക്കയുടെ കയ്യിൽ ഓയിലുണ്ട്, റഷ്യയുടെ കയ്യിലും ഓയിലുണ്ടായിരുന്നു. ഇനി ഈ 16-17 കഴിയുന്നതോടുകൂടി ഇനി ഓയിലില്ല. ഫ്രാൻസിൻ്റെ കയ്യിൽ ഓയിലില്ല, ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഓയിലില്ല, ജർമ്മനിയുടെ കയ്യിൽ ഓയിലില്ല, യൂറോപ്പിൻ്റെ കയ്യിൽ ഓയിലില്ലാതിരിക്കുന്നു. ഇനി എങ്ങനെയുള്ള ബാക്കിയുള്ള പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകുമെന്ന് ചർച്ചിലിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള, ചർച്ചിലിന് 24 വയസ്സ് പ്രായമേ ഉള്ളൂ, അദ്ദേഹം അന്ന് കോളനി സെക്രട്ടറി ആയിരുന്നു. അവർ വളരെയധികം ആലോചിച്ചിട്ട് നടത്തിയ ഒരു വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു അറേബ്യയെ പിടിച്ചടക്കുക എന്നുള്ളത്. ആ അറേബ്യയെ പിടിച്ചടക്കുന്നത് ഇന്ത്യയെ പിടിച്ചടക്കിയ പോലെ അല്ല, ഇന്ത്യയെ ഭരിച്ചതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നിട്ടല്ല. അവർ പ്രൊട്ടക്ടറേറ്റുകൾ എന്ന പേരിലൊക്കെ ആദ്യം കൊണ്ടുവന്നെങ്കിലും അവരുടെ ലക്ഷ്യം അറേബ്യ ഭരിക്കലല്ല, അറേബ്യയെ ഊറ്റിയെടുക്കലാണ്. അപ്പോൾ അറേബ്യൻ ഓയിൽ ഊറ്റിയെടുക്കുക എന്ന ആ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ലക്ഷ്യം ഒരു ട്രെയിനാണ് എന്ന് സങ്കല്പിക്കുക. ആ ട്രെയിനിന് ഓടാനുള്ള പാളമാണ് ഇസ്ലാമോഫോബിയ എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഒരു ഇസ്ലാമോഫോബിക് അറ്റ്മോസ്ഫിയർ ലോകത്ത് ഉണ്ടാക്കേണ്ടത് ഇത്തരത്തിൽ ഈ അസംസ്കൃത പദാർത്ഥം അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടും, അവർ കീഴ്പ്പെട്ടു എന്ന് പോലെ അവർക്ക് പോലും മനസ്സിലാവാത്ത തരത്തിൽ സൗദി അറേബ്യയുമായിട്ടുള്ള അഗ്രിമെൻറ്റിൽ കൂടെയും അരാംകോ പോലുള്ള കമ്പനികളിൽ കൂടെയും ഒക്കെ നടത്തി വളരെ സമർത്ഥമായി ഇത് ഊറ്റിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോഷ്യലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുക്കാൻ അവർ നിർബന്ധിതരാണ്. വാസ്തവത്തിൽ നമ്മളിവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പലരും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്തിനാ അത് ചെയ്തതെന്ന് എനിക്ക് ഇവിടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ഖിലാഫത്ത്, ആ ഖിലാഫത്ത് ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നുള്ളതും ഡിബേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പലരും ചോദിക്കാണ്ട്, ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളും ആദ്യ രൂപം ഉണ്ടായത്. കേളപ്പൻ്റെ നേതൃത്വത്തിൽ, മാധവൻ നായരുടെ നേതൃത്വത്തിൽ, MP നാരായണ മേനോൻ്റെ നേതൃത്വത്തിൽ എല്ലാം നടന്നിട്ടുള്ള ഖിലാഫത്ത് കമ്മിറ്റികൾ. ആ ഖിലാഫത്ത് കമ്മിറ്റികളാണല്ലോ ഖിലാഫത്ത് ഓർഗനൈസ് ചെയ്തത്. അലി സഹോദരന്മാരുടെ നേതൃത്വത്തിലുള്ള ഖിലാഫത്ത് കമ്മിറ്റി. അപ്പോൾ ഈ ഖിലാഫത്ത്, ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച, ആ തകർച്ച വളരെയധികം പ്രധാനമാണ്, ഇന്ത്യക്ക് പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിയത് മഹാത്മാഗാന്ധി അല്ലാതെ വേറെ ആരുമല്ല. പക്ഷെ എങ്ങനെയാണ് ഇതിനെ കണ്ണി ചേർത്ത് വായിക്കേണ്ടതെന്ന് പറയാനുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. ഞാൻ നിങ്ങൾക്ക് അത് വിട്ടുതരികയാണ്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് എന്നോട് ചില മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു, ഗാന്ധി ഖിലാഫത്ത് തുടങ്ങേണ്ടിയിരുന്നില്ല, അത് തുടങ്ങിയതാണ് തകരാറായത്, തുടങ്ങാതിരിക്കുകയായിരുന്നു കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ വേറെ വഴി കൂടെ അത് പോകുമായിരുന്നു എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആർഗ്യുമെൻറ്റിൽ ഇടപെടാൻ മാത്രമുള്ള ഇൻഫർമേഷനുള്ള ഒരാളല്ല. അപ്പോൾ ഖിലാഫത്ത് ഒരു ഭാഗത്ത് ഒട്ടോമൻ സാമ്രാജ്യം തകരുന്നു, സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു, ഈ രഹസ്യ പാക്റ്റ് പുറത്തു വരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഖിലാഫത്ത് ഉണ്ടാവുന്നു, ഖിലാഫത്ത് പലതരത്തിൽ പാളിപ്പോകുന്നു, ഖിലാഫത്ത് വേണ്ട രീതിയിൽ മുന്നോട്ട് വരുന്നില്ല. ഇതേ ഏകകാലത്ത് തന്നെ റഷ്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഉണ്ടാവുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരാണ് മുസൽമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുസൽമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗിക ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലൊന്നും എഴുതിയിട്ടില്ല.
പക്ഷേ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റൊക്കെ കൂടുതൽ വന്നതോടുകൂടി ആളുകൾക്ക് വളരെ വേഗം സുൽത്താൻ ഖലിയു എന്നടിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഞങ്ങളൊക്കെ ഇത് വായിച്ചെടുക്കുന്ന സമയത്ത് എത്രയോ ലൈബ്രറികളിൽ പോയിട്ട് നാഷണൽ ക്വസ്റ്റിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ മുഴുവൻ തപ്പുമ്പോഴാണ് ഒരു കഷ്ണം അറിവ് ഞങ്ങൾക്കെല്ലാം അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മുസൽമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ഉരുത്തിരിയാണ്. ഇത് കണ്ടിട്ട് ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകൾ താഷ്കണ്ടിലേക്ക് പോവുകയാണ്. താഷ്കണ്ടിലേക്ക് പോയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജനറൽ സെക്രട്ടറി ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ള കാര്യം എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഹമ്മദ് ഷഫീഖ് എന്ന ഒരു വ്യക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 മീറ്റിങ്ങുകളിൽ വെച്ചും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്ത എം എൻ റോയിയാണ്. എം എൻ റോയ് എന്ന് പറയുമ്പോൾ ലെനിനുമായിട്ട് നേരിട്ട് വളരെ അടുത്ത ബന്ധമുള്ള കൊളോണിയൽ തീസിസ് ലെനിൻ അവതരിപ്പിച്ചപ്പോൾ കൊളോണിയൽ തീസിസിനെ ഒരു ബദൽ രേഖ അവതരിപ്പിച്ച ആളാണ് എം എൻ റോയ്, മാനവേന്ദ്രനാഥ് റോയ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഈ 100 വർഷം മുമ്പ് ഏതാണ്ട് 100 വർഷം മുമ്പായിട്ടുള്ള കുറേ സംഭവങ്ങളെ നമ്മൾ ചേർത്ത് വെച്ച് ഒരു മുറിഞ്ഞുപോയ ചിത്രം യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഇനിഷ്യേറ്റീവിലാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായെന്നുള്ള ബോധം അവരുടെ സൈക്കിളില്ല. ഇനി ഔദ്യോഗിക ചരിത്രം ഇപ്പോൾ എഴുതിയതിൽ തീർച്ചയായിട്ടും 3 ഉറവിടങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നുണ്ട്. ഒന്ന് റവല്യൂഷണറികളായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ബോംബ് പോലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റവല്യൂഷണറി ഒരു സ്ട്രീം, മറ്റൊന്ന് കോൺഗ്രസിൽ നിന്ന് നേരിട്ട് പോയിട്ടുള്ള 2ാമത്തെ സ്ട്രീം, 3ാമത്തെ സ്ട്രീം മുഹാജിറുകൾ എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ മുഹാജിറുകളുടെ സ്ട്രീം എന്ന ഔദ്യോഗിക കമ്മീഷൻ, CPM-ൻ്റെ ഔദ്യോഗിക ഹിസ്റ്ററി കമ്മീഷൻ അത് ഔദ്യോഗികമായി തന്നെ കിറ്റി മേനോൻ്റെ നേതൃത്വത്തിൽ അത് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ട്രീമായിട്ട് അതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ മലയാളിയുടെ സൈക്കിയിൽ മുസ്ലിം നേതൃത്വത്തിലാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതൊക്കെ ഒരു പ്രാന്ത് ആരെങ്കിലുമൊക്കെ പറയുന്നതാണ് എന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അത് പറയാതിരുന്നത് എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അവിടെ നിന്ന് തന്നെ ഞാൻ ഇസ്ലാമോഫോബിയയുടെ കേരളത്തിലെ ഇടതുപക്ഷ ഇസ്ലാമോഫോബിയയുടെ വിത്ത് പറക്കിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് അത്തരത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ മുഹാജിറുകൾക്ക് ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും ഷൗക്കത്ത് ഉസ്മാനിയെക്കുറിച്ചോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ഷഫീഖിനെ കുറിച്ചോ മുസഫർ അഹമ്മദിനെ കുറിച്ച് ധാരാളമായിട്ട് പറയാറുണ്ട്. കാരണം അദ്ദേഹം പിന്നീട് CPM രൂപീകരിച്ചപ്പോൾ മുസഫർ അഹമ്മദ് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. ZA അഹമ്മദിനെ കുറിച്ച് CPI-ക്കാർ പറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള മുഹാജിറുകളുടെയും ഈ സോവിയറ്റ് യൂണിയൻ്റെ കിഴക്കൻ മേഖലകളിലെ മുസ്ലിം രാഷ്ട്രങ്ങളായിട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർത്തതിനെതിരായിട്ടും അതിനെതിരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പൊതുബോധത്തിൻ്റെ നമ്മളവിടെ കാണുന്നത് എന്താണ്? ലെനിനെയും ഗാന്ധിയെയും ബോധത്തെ അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല, അവർ തമ്മിൽ പരസ്പരം ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും ലെനിൻ ബഹുമാനിച്ചിരുന്നു, ഗാന്ധിയും ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഐഡിയോളജിക്കലായിട്ട് 2 അറ്റത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു ലെനിനും ഗാന്ധിയും. പക്ഷേ ലെനിനും ഗാന്ധിയും ഒരുമിച്ച് ഈ ഒത്തോമാൻ സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം ആ വിഷയം ഇന്ന് എങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ പ്രസക്തമായി തീരുന്നത് എന്ന എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരോഗമനകാരികളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവകാശപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഒരു വഴുക്കലുള്ള ഒരു വരമ്പത്ത് കൂടെ അങ്ങനെ നടന്നു പോകുന്ന ആളുകളെ പോലെയാണ്. ഏത് നിമിഷവും അവർ ഇസ്ലാമോഫോബിയയുടെ ചെളിയിലേക്ക് വീഴാവുന്നതാണ്. എത്ര ചെറിയ ഒരു കാര്യം ഉണ്ടായപ്പോൾ 5 മന്ത്രി ഉണ്ടായാൽ തന്നെ ഉടനെ അത് ഒരു വലിയ ഒരു വിഷയമായിട്ട് മാറും. വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന് 5 മന്ത്രിമാരുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ മുസ്ലിമുകൾ 5 മന്ത്രിമാർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഇസ്ലാമോഫോബിയയുടെ ഈ വിത്തുകൾ ഇങ്ങനെ ടക്ക് മുളയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രിയായിട്ടൊരു മുസൽമാനെ
സങ്കല്പിക്കാൻ കേരളത്തിൻ്റെ പുരോഗമനവാദികളുടെ മനസ്സിന് സമ്മതമുണ്ടോ? ഒരു സമ്മതിയുണ്ടോ? ഞാൻ നാളെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയല്ല. പക്ഷെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തുടങ്ങുമ്പോഴേക്കും പനി പിടിച്ച് വിറയ്ക്കുന്നത് പോലെ ആളുകൾ വിറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമോഫോബിയയൊക്കെ വലിയ വലിയ തോതിൽ എതിർക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവരുടെ ശരീരത്തിൽ തെർമോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വഴി അവരൊക്കെ നല്ല ടൈഫോയിഡ് പിടിച്ച പോലെ ഉള്ള ജ്വരമുള്ള ആളുകളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയയുടെ റിലേറ്റീവ് പൊസിഷനിങ് വളരെ പ്രധാനമാണ്. ആർക്ക് എപ്പോഴാണ് ഇസ്ലാമോഫോബിയ വരിക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞാനതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ലെങ്കിലും അതിൻ്റെ കാതൽ, അതിൻ്റെ പൊളിറ്റിക്സ്, അതിൻ്റെ പൊളിറ്റിക്കൽ കോർ എന്ന് പറയുന്നത്, ഇസ്ലാമോഫോബിയയുടെ പൊളിറ്റിക്കൽ കോർ എന്ന് പറയുന്നത് ഇന്ന് ലോക മുതലാളിത്തത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് എന്നെങ്കിലും ഒരു കോൺസെൻസസ് കേരളത്തിൽ ഉണ്ടാക്കിയാൽ അത്രയും നന്നായി എന്ന് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാവുന്നതാണ്. ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഈ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ആൻറ്റി ഇസ്ലാമിക് കോൺവെർസേഷൻസ് നടക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും കുറച്ച് പേരൊഴിച്ച് എല്ലാവരും മുസ്ലിമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ നിങ്ങളാരും ഇല്ലാത്ത ഒരു മുസ്ലിം ആബ്സെൻസ് ഉള്ള ഒരു ക്രൗഡിനകത്ത് എന്താണ് നാം സംഭവിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒറ്റ മുസ്ലിമും ഇല്ല എന്ന് ബോധ്യമായാൽ പിന്നെ അറിയാതെ വല്ല ബാബുവോ ഒക്കെ വന്നിരുന്നിട്ട് അയ്യോ ഇയാൾ മുസ്ലിം ആയിരുന്നോ, ഞാൻ അറിഞ്ഞില്ല, വെളിവാലായി, ഇനി അയാൾക്ക് എന്ത് തോന്നുന്നു, എനിക്ക് അങ്ങനെ വല്ല ഈ അറിയാത്ത വല്ല പേരുള്ള കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഒരു മുസ്ലിം സാന്നിധ്യമില്ലാത്ത ഒരു കുടുംബ സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വർത്തമാനം പറയുന്നവരുടെ ഇടയിൽ, അവിടെയൊക്കെയാണല്ലോ റിയൽ സൊസൈറ്റി മൂവ് ചെയ്യുന്നത്. സൊസൈറ്റിയുടെ മനസ്സ് തുറക്കുന്നത് അവിടെയാണ്, അല്ലാതെ മൈക്കിൻ്റെ മുമ്പിലൊന്നുമല്ല മനസ്സ് തുറക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെയാണ് മനസ്സ് ഭയങ്കരമായിട്ട് തുറക്കുന്നത്, അവിടെ വെച്ചാണ്. അപ്പോൾ ആ തരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കൊക്കെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പുറത്തു വരുന്നത്. പക്ഷെ ആ ചിന്താഗതികൾക്ക് വളരെ സ്നേഹപരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സാമ്യമുള്ളത് നമ്മുടെ ജാതി കുശുമ്പുമായിട്ടാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താഴ്ന്ന ജാതികളോടും അല്ലെങ്കിൽ ദളിതുകളോടും ആദിവാസികളോടും ഒക്കെയുള്ള ആ വിരോധത്തിൻ്റെ ഒരു ഫസ്റ്റ് കസിനാണ് ഈ ഇസ്ലാമിക്ക് വിരോധം എന്നുള്ളത് ഞാൻ പലപ്പോഴും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എൻ്റെ ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. എന്നെ പല ആളുകൾക്കും അതുകൊണ്ട് ഇഷ്ടമല്ല, പിന്നെ എന്നെ തടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ സഹിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്വകാര്യ കോൺവെർസേഷനിലൊക്കെ പെടുമ്പോൾ, അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിണ്ടാതിരിക്കാൻ, നിൻ്റെ ഈ ഇസ്ലാമിക് ആയിട്ടുള്ള വർത്തമാനങ്ങൾ ശരിയല്ല എന്നൊക്കെ എന്നോട് എൻ്റെ സ്നേഹബുദ്ധി ആൾക്കാർ പറയാറുണ്ടെങ്കിലും ആ കോൺവെർസേഷൻസ് ഞാൻ പറയും വഴുക്കലുള്ള നടത്തുന്നതിങ്ങനെ ടിപ്പ് എന്ന് പറഞ്ഞ ആൾക്കാർ വീണു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ജാതി കുശുമ്പിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന, അതിനോട് വളരെ ഭംഗിയായിട്ടുള്ള റേസിസ്റ്റ് തമാശകൾ പറയുന്ന അല്ലെങ്കിൽ റേസിസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കുന്ന ഒരു സൈക്കോളജി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് PG പുരുഷോത്തമൻ പിള്ള എന്ന് പറയുന്ന നല്ലൊരു MLA, എനിക്ക് 5 മിനിറ്റ് സമയമുണ്ടോ? തീർന്നോ? ടൈം ഓറായല്ലേ? എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചുള്ള പ്രശ്നം അതാ. അതുകൊണ്ട് PG പുരുഷോത്തമൻ പിള്ള ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം അസംബ്ലിയിൽ പ്രസംഗിച്ചു. ഞാൻ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, നിങ്ങൾ ഡോണ്ട് ടേക്ക് ഇറ്റ് അതർവൈസ്. അദ്ദേഹം പ്രസംഗിച്ചു, സാർ ഞാൻ ഈ മഴക്കാലമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുട നന്നാക്കാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ അസംബ്ലി മുഴുവൻ അന്തം വിട്ടിരിക്കുകയാണ്. എന്താ കുടയും ഈ ഡിസ്കഷനുമായിട്ടുള്ള പ്രശ്നം? സാർ, ഈ കുട നന്നാക്കുന്ന ആളുകളെ മുഴുവൻ ഞാൻ അന്വേഷിച്ച് നടന്നു. അവസാനം എന്നോടൊരാൾ പറഞ്ഞു, സാർ ഈ കുട നന്നാക്കുന്ന ആൾക്കാരെല്ലാം അറബി മാഷന്മാരായിട്ട് പോയി, അതാണ് ഇപ്പോൾ അവരെ ഒന്നും കുട നന്നാക്കാനായിട്ട് കിട്ടാത്തത് എന്നുള്ള ഒരു റേസിസ്റ്റ് തമാശ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പക്ഷേ എനിക്ക് EMS പിന്നീട് ശരീരത്തിൻ്റെ കാര്യത്തിലൊക്കെ എടുത്ത് തെറ്റായ സമീപനമാണെങ്കിൽ പോലും EMS ആ സെഷൻ കഴിഞ്ഞ ഉടനെ PG പുരുഷോത്തമൻ പിള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു റേസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് EMS അപ്പം തന്നെ ആ സെഷൻ കഴിയാതെ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് മോശമായിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താ, അവർക്കെല്ലാം കണ്ടമാനം കാശുണ്ടായി എന്നുള്ളതാണ്.
അവർ ഭയങ്കര ഫാഷനബിളാണ്, അവരെല്ലാം കുട്ടികളെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കുകയാണ്, അവർക്കെല്ലാം എൻട്രൻസ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയാണ്. പണ്ട് പറഞ്ഞിരുന്നത് എന്താ, അവർക്ക് ഒരു മാർക്കും കിട്ടില്ല, അവരൊന്നും പഠിക്കില്ല, അവരൊന്നിനും കൊള്ളില്ല, അവർ വീട്ടിൽ ചെന്ന ആടിൻ്റെ മണാണ്. ഇപ്പോൾ പറഞ്ഞ് ഭയങ്കരമായ സെൻറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. വീട്ടിൽ ചെന്ന ആടിൻ്റെ മണയിലും കൊള്ളാം, ഊതിൻ്റെ മണയിലും കൊള്ളാം, സംഗതി ശരിയല്ല. അപ്പം അതിനൊരു കാരണം കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാൻ തുറന്ന് പറയുന്നത്, ഇതൊക്കെ പറയാതെ നിങ്ങൾ ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഓപ്പണായി ഡിസ്കസ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ വേറെ സാമ്രാജ്യത്തിൽ വേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ റേസിസ്റ്റുമായിട്ടുള്ള, കാസിസ്റ്റും റേസിസ്റ്റുമായിട്ടുള്ള വളരെ സമർത്ഥമായി പൂച്ച അതിൻ്റെ നഖം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് പോലെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ. അപ്പോൾ അത് പെട്ടെന്നാണ് അത് പുറത്തേക്ക് ഇങ്ങനെ ചാടുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആർക്കൊക്കെ, ഇപ്പോൾ എനിക്ക് ഇസ്ലാമോഫോബിയ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോബിയ ഉണ്ടാവും, അല്ലെങ്കിൽ മാനിയ ഉണ്ടാവും. ഒന്ന് ഫോബിയ അല്ലെങ്കിൽ മാനിയ, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെങ്കിലും ഇതിനെ അതിൻ്റെ മടയിൽ കയറി ആക്രമിക്കുകയും ഇത്തരത്തിലുള്ള റേസിസ്റ്റ് തമാശകളെ അടക്കം പുറത്തെടുക്കുകയും വേണമെന്നുള്ള അഭിപ്രായക്കാരൻ. ഇത് മറച്ചു വയ്ക്കില്ല, അതിനെ പുറത്തെടുത്തിട്ട് അതിനെ കൊല്ലാണ് വേണ്ടത്. അതിനെ ഈ പേനൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് കൊല്ലുന്നത് പോലെ അതിനെ പുറത്തെടുത്തിട്ട് നശിപ്പിക്കണം എന്നുള്ള അഭിപ്രായം. അതിനോട് ആ രീതിയിൽ തന്നെ, അത് ചീത്ത അർത്ഥത്തിൽ വേറെ പറയണമെന്നുള്ള അർത്ഥത്തിലല്ല എന്നതാണ്. പക്ഷേ ചെയ്തുമാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പം എങ്ങനെയാണ് ഇസ്ലാമിനെ ആളുകൾ വിലയിരുത്തുന്നത്? ഡൈവർജൻ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഇന്ന് കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഡിഫറൻഷ്യൽസാണ് ആളുകൾ തമ്മിലുള്ള. ഒരു 500 മുസ്ലിമിനെ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ 500 ആളും ഇസ്ലാമിനെ കൺസീവ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 565 എങ്കിലും ഒരു തരത്തിലായിട്ടാണ് കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. അവർ തന്നെ വെള്ളിയാഴ്ച അവർ ചിന്തിക്കുന്ന മാതിരി അല്ല ചൊവ്വാഴ്ച ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടെ ആ മതം കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാനൊരു മതവിശ്വാസി അല്ലാത്ത ഞാൻ കാണുന്നത്. ഒരു പ്രോസസ്സാണ്. എല്ലാ മതങ്ങളും അങ്ങനെ ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, റിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പറച്ചിലൊരു മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റുന്നുണ്ട്, ഒരു ചേണിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഇസ്ലാം ഒരു മതമാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ ഞാൻ മുസ്ലിം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ആ മുസ്ലിം ഓർഗനൈസേഷൻസ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അവരൊക്കെ തമ്മിലുള്ള വൈജാത്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനോടൊപ്പം അവർ തമ്മിലുള്ള യോജിപ്പിൻ്റെ മേഖലകളെക്കുറിച്ചും ചില്ലറ ഗവേഷണങ്ങളാകാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ട് പറയുകയാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ സ്നേഹിതനാണ് സി എ അജീർ, നിങ്ങളിൽ പലർക്കും അറിയാം, കണ്ണൂർ ഞങ്ങളുടെ ജില്ലാ സ്റ്റേറ്റ് ലീഡർഷിപ്പുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ പഴയൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിംസ് ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഈ അങ്ങാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എന്നാളാണ്. പക്ഷേ ഈ 7 ആളും പ്രസംഗിച്ചത് ബാക്കി 6 ആൾക്കും എതിരായിട്ടാണ് എന്നുള്ള വിവരം ഇത് വേറെ ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും ബാക്കി 6 ആൾക്ക് എതിരായിട്ടാണ് പ്രസംഗിച്ചത്. പക്ഷെ കേൾക്കുന്ന ഒരാൾക്ക് 7 എന്താ ഇവർ കാണിക്കുന്ന, എല്ലാ ദിവസവും അങ്ങനെ പ്രസംഗിക്കുന്നത്, പക്ഷെ എല്ലാവരും വേറെ ആൾക്കെതിരായിട്ടാണ് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞതുപോലെ ആ ഭിന്നിപ്പുകളെക്കാൾ കൂടുതൽ യോജിപ്പുകളെക്കുറിച്ചും പൊളിറ്റിക്കൽ ഓവറാർച്ചിങ് പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ വളരെ വളരെ വലിയൊരു ആവശ്യം കേരളത്തിലുണ്ട്. അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ടോ മുസൽമാൻ്റെ ആവശ്യമായിട്ടോ അല്ല, കേരളീയ സമൂഹത്തിന് 21ാം നൂറ്റാണ്ടിൽ പുരോഗമനപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം സമുദായത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന മൊത്തം സമുദായം ഉണ്ടായേ പറ്റൂ എന്നതാണ് എൻ്റെ ഈ സെമിനാറിലെ എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായ പ്രകടനം. അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. തീർച്ചയായിട്ടും തർക്കങ്ങളും അതിൻ്റെ ഊന്നലുകളിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓവറാർച്ചിങ് പൊളിറ്റിക്കൽ അജണ്ട തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മറ്റെല്ലാ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അനുകൂല്യമൊന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പണ്ടോട്ടെ ഒരു വലിയ മഹാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ ചില പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ശരീഅത്തിൻ്റെ കാര്യത്തിലെടുത്ത പൊസിഷനൊക്കെ എന്നെ എന്തുമാത്രം
പിന്നെ അൺപോപ്പുലറാക്കി CPM എന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയും വെറുതെ വിടരുത്. സ്പെയർ മീ നോട്ട് എന്ന് നെഹ്റു ശങ്കറിനോട് പറഞ്ഞതുപോലെ ആരെയും സ്പെയർ ചെയ്യേണ്ട കാര്യത്തില്ല. എല്ലാ പാർട്ടികളെയും വിമർശിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യണം എന്നുള്ളിടത്താണ്. അതിൽ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള ചാത്തുണ്ണി മാസ്റ്റർ പറയാറുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം ആരെയും ആക്രമിക്കാനാണോ അവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല, അവരെ മാറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ RSSകാരനെ പോലും ഇസ്ലാമോഫോബിയയിൽ നിന്നും ഒരാളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയ ഒരു നേട്ടമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മാറ്റിയെടുക്കലിൻ്റെ പ്രക്രിയ ആരംഭിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.